മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപഭാരവും ഏറ്റെടുക്കുക എന്ന് പറയുന്ന അതിന്റെ വേദന എന്ന് പറയുന്നത് അവന് ഈസിയായിട്ട് സഹിക്കുമെന്നല്ലായിരുന്നു. ഈസിയായിട്ട് സഹിച്ചു കഴിയുമ്പം വാസ്തവത്തിൽ അതിനുള്ള പെയിൻ ഇല്ലേ? ഇത് ബോഡി പെയിന്റെ മാത്രം കാര്യമല്ല. വെൻ ഹി ടേക്സ് ഇറ്റ്, ഹി വാസ് ടോട്ടലി ഷാറ്റേർഡ്. ഗെത്സമനെ തോട്ടത്തിൽ വാസ്തവത്തിൽ അവൻ തകർക്കപ്പെട്ടു. അതുകൊണ്ടാണ് അവൻ അപ്പം എടുത്ത് നുറുക്കിട്ട് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എന്റെ ശരീരം. നമ്മളുടെ ഇഷ്ടവും ദൈവത്തിന്റെ ഇഷ്ടവുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം നടക്കാൻ വേണ്ടി ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് പ്രാർത്ഥന. സോ ലെറ്റ് ദൈ വിൽ ബി ഡൺ ഈവൻ ഇഫ് ഇറ്റ് ഈസ് പെയിൻഫുൾ. അത് എത്ര വേദനാജനകമാണെങ്കിലും എത്ര പ്രയാസകരമാണെങ്കിലും കർത്താവ് നമ്മളെ അതിന് സഹായിക്കും. ഇനി അടുത്ത ചോദ്യം, അവന്റെ ഇഷ്ടപ്രകാരം നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് നിർവഹിച്ചു തരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷേ അവന്റെ ഇഷ്ടം എങ്ങനെ അറിയുന്നേ? അത് എന്റെ ഇഷ്ടവും അവന്റെ ഇഷ്ടവും നമ്മളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുന്ന ഏതാണ് ദൈവത്തിന്റെ ഇഷ്ടം? അതൊരു വലിയൊരു പ്രശ്നമാണ്. അവന്റെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പറയും, സിൻസിയറായിട്ട് നമ്മൾ പറയും, ഞാൻ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി ഞാൻ പോകാനായിട്ട് തയ്യാറാണ്, എത്ര പെയിൻഫുൾ ആണെങ്കിലും പോകാൻ തയ്യാറാണ്. പക്ഷെ എന്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് കൊണ്ട് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അറിയാൻ നമുക്ക് പറ്റിയ മാർഗം അവനിൽ വസിക്കുക എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കും. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നോക്കുക, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഈ വാക്യം വായിക്കുമ്പം നമ്മൾ അതിന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്ത് വേണമെങ്കിലും ചോദിച്ചോ, നിങ്ങൾക്ക് കിട്ടുമെന്നല്ല അതിന്റെ അർത്ഥം. അവിടെ പറയുന്നത് എന്താണ്? നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. അപ്പൊ ഇത് തമ്മിൽ എന്താണ് അതിനകത്ത്? നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? അവന്റെ ഇഷ്ടപ്രകാരം എന്ത് ഞാൻ അപേക്ഷിച്ചാലും അതെനിക്ക് കിട്ടുമെന്നുള്ളത് എനിക്ക് അവനോടുള്ള ഉറപ്പാണ്. കോൺഫിഡൻസ്. ഐ ഹാവ് കോൺഫിഡൻസ് ഇൻ ഹിം that if I ask something in his will, if it is his will, he will certainly do that. എന്നാൽ ഇവിടുത്തെ പ്രശ്നം, എന്റെ ഇച്ഛ, ഇവിടെ പറയാണ് നിന്റെ ഇച്ഛ തന്നെ ചെയ്തു തരും. അപ്പൊ എന്റെ ഇച്ഛ ചെയ്തു തരുമെന്ന് പറയുമ്പോൾ അതിന്റെ പ്രീ റിക്വസിറ്റ്സ് എന്താണ് പറയുന്നത്? You need to abide in him and his word should abide in you. നിങ്ങൾ അവനിലും അല്ലെങ്കിൽ നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. അപ്പൊ ഇതെങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ശരിയാകുന്നത്? ശരിയാകുന്നത് വളരെ ഈസിയാണ്. അതായത് when we abide in him and his word abides in me, you know what happens? അവന്റെ ഇഷ്ടം തന്നെയാണ് പിന്നെ എന്റെ ഇഷ്ടം. ഞാൻ അവനിലും അവന്റെ വചനം എന്നിലും വസിച്ചു കഴിഞ്ഞാൽ പിന്നെ there is no difference between my will and his will, because I abide in him. അത് എങ്ങനെയാണ്? ഓഫ് കോഴ്സ് ഇവിടെ പറയുന്ന ഭാഗം നിങ്ങൾക്കറിയാം. അബൈഡിങ് എക്സ്പീരിയൻസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ്? വൈൻ ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ്. അവിടുത്തെ പ്രധാനപ്പെട്ട സിമിലി അതാ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ്? ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളുമാകുന്നു. കൊമ്പ് എങ്ങനെയാണ് മുന്തിരിവള്ളിയിൽ വസിക്കുന്നത്? ചേർന്നിരിക്കുകയാണ്. വി നോ ദാറ്റ്. ചേർന്നിരിക്കുമ്പോഴത്തേക്ക് ബഡ് ചെയ്യുമ്പോൾ, ഗ്രാഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക്, ഗ്രാഫ്റ്റിംഗ് വാസ്തവത്തിൽ ദൈവിക പ്രവൃത്തിയാണ്. എബൈഡിങ് നമ്മുടെ പ്രവൃത്തിയാണ്. സി, അതായത് ഗ്രാഫ്റ്റ് ചെയ്തത് നമ്മളല്ല. ആരാ ഗ്രാഫ്റ്റ് ചെയ്തത്? ദൈവമാണ്. ഇത് ഒത്തിരി വിശാലമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ്. അത് നമുക്ക് വേറെ എപ്പോഴെങ്കിലും പഠിക്കാം. ഞാനത് പ്രേയറിനെ കുറിച്ച് മാത്രമായതുകൊണ്ട് ഞാനത് അതിന്റെ ആ ഒരു ഭാഗം മാത്രം പറയാം. So he is grafting us into the true vine, and that is an act of God. But abiding, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് പറയുന്നത്, ഇല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. abiding എന്ന് പറഞ്ഞാൽ റിമൈൻ ഫോർ കണ്ടിന്യൂസ്ലി റിമൈനിങ് ഇൻ ഹിം. അതാണ് abiding എന്ന് പറയുന്നത്. കണ്ടിന്യൂസ്ലി. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ ഈ വാക്യം എന്ന് പറയുന്നത് ഒരു കമാൻഡുമാണ്. ഇറ്റ്സ് എ കമാൻഡ്മെന്റ് ആൻഡ് ഓൾസോ it is a promise. We always stick to the promises. അതാണ് നമ്മുടെ പ്രശ്നം. ഈ ഒരൊറ്റ വേഴ്സിൽ തന്നെ എന്തുണ്ട്? ഒരു കമാൻഡ്മെന്റും ഉണ്ട്, എന്തുകൊണ്ട്? ഒരു പ്രോമിസും ഉണ്ട്. കമാൻഡ്മെന്റ് എന്താണ്? നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. So abide in me, let you abide in me and my word abide in you. So that is a commandment. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. നിങ്ങൾ എന്തെങ്കിലും ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. അതാണ് പ്രോമിസ്. പക്ഷെ പ്രോമിസ് നടക്കണമെങ്കിൽ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ സൂക്ഷിച്ചാലേ പറ്റുള്ളൂ. വി നീഡ് ടു അബൈഡ് ഇൻ ഹിം. ആൻഡ് വെൻ വി അബൈഡ് ഇൻ ഹിം, വാട്ട് ഹാപ്പൻസ്? അവന്റെ എൻസൈംസ് ആണ് നമ്മളിലേക്ക് ഒഴുകി വരുന്നത്. അങ്ങനെ നമ്മളിലേക്ക് ഒഴുകി വരുമ്പോഴത്തേക്ക് ഒരുപക്ഷെ നമ്മൾ കാട്ടുമുന്തിരി ആയിരുന്നിരിക്കാം, ഒരു കാട്ടൊലിവ് ആയിരുന്നിരിക്കാം, എന്തോ ആയിക്കോട്ടെ. സോ വെൻ വി അബൈഡ് ഇൻ ഹിം, യു നോ വാട്ട് ഹാപ്പൻസ്?
ഇപ്പൊ അവന്റെ എൻസൈംസ് നമ്മളിലേക്ക് വരികയാണ്. സോ ഹി എൻലിവൻസ് മീ, അവനാണ് എന്നെ ജീവിപ്പിക്കുന്നത്, അല്ലേ? നേരത്തെ ഞാൻ ഏതോ ഒരു മരത്തിന്റെ ഭാഗമായിരുന്നു. അന്ന് എന്നിലേക്ക് ഒഴുകി വന്നതല്ല അതിന്റെ കാട്ട് അനുഭവമാണ്. പക്ഷെ ഇപ്പൊ എന്നിലേക്ക് ഒഴുകി വരുന്നത് കാട്ട് അനുഭവമല്ല, ഇപ്പൊ എന്നിലേക്ക് ഒഴുകി വരുന്നത് യേശുവിന്റെ അനുഭവമാണ്. സോ വാട്ട് ഹാപ്പൻസ് when his enzymes, when his life is flowing through me, see what happens. അപ്പൊ പിന്നെ എന്റെ ഇച്ഛകൾ അവന്റെ ഇച്ഛകളായി പോകും. റൈറ്റ്? എന്റെ കൈകൾ, ടേക്ക് ഇറ്റ് ആസ് എ ബോഡി. ഇവിടെ വൈൻ ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ് ഓണെന്ന്, ടേക്ക് ഇറ്റ് ആസ് എ ബോഡി. എന്റെ കൈകൾ ആരുടെ ഇഷ്ടമാണ് ചെയ്യുന്നത്? എന്റെ തലയുടെ ഇഷ്ടമാണ്. ഇഫ് ഐ എം പാർട്ട് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, then എന്റെ കൈയുടെ ഇഷ്ടമെന്ന് പറയുന്നത്, എന്റെ കൈക്ക് വേറൊരു ഇഷ്ടമില്ല. ഉണ്ടോ? എന്റെ കൈക്ക് വേറൊരു ഇഷ്ടമുണ്ടോ? നമ്മൾ ആരെങ്കിലും പറയുമോ? അല്ലെ പിന്നെ കൈ ഒടിഞ്ഞു പോണം. എന്റെ ഒരു കൂട്ടുകാരന്റെ മോൻ, അവന്റെ കാലൊടിഞ്ഞ സംഭവം അവൻ വിവരിച്ചത്, കൊച്ചു ചെറുക്കനാ, ഭയങ്കര രസമായിട്ട് അവൻ വിവരിച്ചത്. അപ്പം കാലൊടിഞ്ഞ് പെട്ടെന്ന് ഈ ഒടിഞ്ഞു കഴിഞ്ഞ് രണ്ടായിട്ട് അങ്ങ് തൂങ്ങി ഇങ്ങനെ ആടുക. അപ്പം പെട്ടെന്ന് വേദന അറിഞ്ഞില്ല, ഇച്ചിരി കഴിഞ്ഞിട്ടാണ് വേദന അറിഞ്ഞ. അപ്പൊ അവൻ എന്നോട് ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ 7 വയസ്സുള്ള ചെറുക്കനാ ഡിസ്ക്രൈബ് പറയാ. ഞാൻ എണീറ്റ് നിന്നപ്പം ഞാൻ ചിന്തിച്ചോടെ എന്റെ കാല് ഞാൻ പറയുന്നിടത്തല്ലയോ പോകേണ്ടത്, അതുകൊണ്ട് ഇത് ഞാൻ പറയാത്തിടത്തോട്ടൊക്കെ പോകുന്നു. അപ്പൊ അവന് പെട്ടെന്ന് എന്ത് ചെയ്തില്ല, ഇത് മനസ്സിലായില്ല, ഇല്ലേ? അപ്പൊ എന്റെ കാല് ഞാൻ പറയുന്നിടത്തല്ലയോ പോകേണ്ടത്, പക്ഷെ ഇതുകൊണ്ട് ഇത് ഞാൻ പറയാത്തിടത്തോട്ടൊക്കെ പോകുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മളുടെ ബോഡി, ആ കാലിന്റെ ഭാഗം എന്ത് സംഭവിച്ചിരിക്കുകയാണ്? നമ്മളുടെ തലയുടെ കമാൻഡ് സ്വീകരിക്കാൻ കഴിയാത്ത രീതിയിൽ ബ്രോക്കൺ ആയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വി നീഡ് ടു അബൈഡ്. നമ്മൾ അവനിൽ വസിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അവനിൽ വസിക്കുമ്പോൾ മാത്രമേ എന്തുണ്ടാകുന്നുള്ളൂ? അവന്റെ ജീവരസം നമ്മിലേക്ക് ഒഴുകി വരുന്നുള്ളൂ, അവന്റെ ഇച്ഛകൾ നമ്മളിലേക്ക് ഒഴുകി വരുന്നുള്ളൂ. അതുകൊണ്ട് when you abide in him and his word abides in you, then naturally your will is not a separate will, it is the will of God. പിന്നെ നമ്മുടെ ഇച്ഛയും അവന്റേതാണ്. കൊമ്പിന്റെ അല്ലെങ്കിൽ ബ്രാഞ്ചസിന്റെ എല്ലാം ചെടിയുടെ വകയാണ്. ബ്രാഞ്ചസിനൊന്നും സ്വന്തമായിട്ടില്ല, ബ്രാഞ്ചസിന്റെ എല്ലാം ചെടിയുടെ വകയാണ്. എന്നാൽ ചെടിക്ക് ബ്രാഞ്ച് ഇല്ലാതെയും ജീവിക്കാം, പക്ഷെ ബ്രാഞ്ചിന് ചെടി ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. യു അണ്ടർസ്റ്റാൻഡ്? അതൊരു വലിയ ഒരു മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഒരു ബ്രാഞ്ചിന് ചെടിയുടെ പശ്ചാത്തലത്തിലല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കഴിയത്തില്ല. സോ അബൈഡ് ഇൻ മീ, എന്നിൽ നിങ്ങൾ വസിക്കുക. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഒന്നിനും കഴിയത്തില്ല. 3.5 വർഷം കർത്താവിന്റെ കൂടെ നടന്നപ്പോൾ കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം എന്താണ്? ദ ഗ്രേറ്റസ്റ്റ് ലെസൺ ജീസസ് taught his disciples in 3.5 years. നമ്മൾ പറയും സ്നേഹിക്കാൻ പഠിപ്പിച്ചു എന്നൊക്കെ. ഒന്നുമല്ല. ഏറ്റവും വലിയ പാഠം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതാ ഏറ്റവും വലിയ പാഠം. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പഠിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത്, ഇഫ് ഐ എം നോട്ട് അബൈഡിങ് ഇൻ ദ വൈൻ ഐ കനോട്ട് ലിവ്. ആ മുന്തിരിയിൽ വസിക്കുന്നില്ല എങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. ഐ നീഡ് ടു അബൈഡ് ഇൻ ഹിം. അപ്പോൾ അങ്ങനെ അവനിൽ അബൈഡ് ചെയ്യുമ്പോൾ എന്നിലേക്ക് അവന്റെ ജീവരസം ഒഴുകി വരുന്നു. ആ ജീവരസമാണ് എന്നിലെ ഫ്രൂട്ട് ഉണ്ടാക്കി തരുന്നത്. സോ എന്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്റെ അല്ല, ആരുടെയാണ്? ബേസിക്കലി ആരുടെയാണ്? ചെടിയുടെയാണ്. എന്നതുപോലെ എന്റെ ഇലകളും പൂവും കായും എവ്രിതിങ് ആരുടേതാണ്? എന്റെ തായ്തടിയുടേതാണ്. എന്നതുപോലെ what all things comes to my mind, even my thoughts, even my deeds and thoughts and desires and prayers, പ്രാർത്ഥനയും അവന്റേതാകും. എന്റെ ഇഷ്ടം അവന്റെ ആകും, പ്രാർത്ഥന അവന്റെ ആകും. എല്ലാം ഇലയും കായും ഫലവും എല്ലാം മുന്തിരിയുടേതാകുന്നത് പോലെ എന്റെ ചിന്തകളും എന്റെ പ്രവൃത്തികളും എന്റെ ഇഷ്ടങ്ങളും എല്ലാം കർത്താവിന്റെ വകയായിത്തീരും. അങ്ങനെ ആയിത്തീരുമ്പോൾ പിന്നെന്താണ്? ദൈവത്തിന്റെ ഇഷ്ടവും എന്റെ ഇഷ്ടവും തമ്മിൽ വ്യത്യസ്തമല്ലാത്ത ഒരു സ്റ്റേജിൽ നിങ്ങൾ എന്ത് ഇച്ഛിച്ചാലും, കാര്യം ഞാൻ എന്തേ ഇച്ഛിക്കത്തുള്ളൂ? കർത്താവിന്റെ ഇഷ്ടമേ ഞാൻ ഇച്ഛിക്കത്തുള്ളൂ. എനിക്ക് വേറെ ഇച്ഛകൾ പോലും ഉണ്ടാകുന്നില്ല. ആദ്യമൊക്കെ ഞാൻ ഒത്തിരി ട്രെയിൻ ചെയ്യേണ്ടി വരും. എന്ത്? എന്റെ ഇഷ്ടവും കർത്താവിന്റെ ഇഷ്ടവും തമ്മിലുള്ള ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. ആ കോൺഫ്ലിക്റ്റിന്റെ ഒരു കാലഘട്ടം ഉണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ കോൺഫ്ലിക്റ്റ് മാറി എല്ലാം ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന്. അതാണ് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുമ്പോഴത്തേക്ക് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് വേണ്ടി പിടിച്ചടക്കി
അങ്ങനെ നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യത്തെ സ്റ്റേജിൽ ഒരു വിചാരം വരുമ്പോൾ അതിനെ പിടിച്ചെടുക്കാൻ പിശാചും പരിശ്രമിക്കും, കർത്താവും പരിശ്രമിക്കും. ഒരു ചിന്ത വരുമ്പോൾ, ഒരു ഡിസിഷൻ മേക്കിംഗ് വരുമ്പോൾ, അത് ചെയ്യണോ വേണ്ടായോ, അങ്ങോട്ട് പോണോ പോകണ്ടായോ. അപ്പൊ ആദ്യമൊക്കെ എന്താണ്, ഈ വിചാരം വരുമ്പോൾ ക്രിസ്തു ഇവിടെ ഉണ്ട്. നമ്മൾ പിശാചിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒളിത്താവളങ്ങളിൽ, ശരിക്കും അവിടെ പറഞ്ഞിരിക്കുന്ന സ്ട്രോങ് ഹോൾസിനെ കുറിച്ചാണ്. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ളതാണെന്നൊക്കെ പറയുന്നത് നമ്മളുടെ മനസ്സിന്റെ തലങ്ങളിൽ നമ്മളിൽ ലോകത്തിന് വെച്ചു കൊടുത്തിരിക്കുന്ന ഒളിവിടങ്ങളുണ്ട്. ആ ഒളിവിടങ്ങളിൽ ഇരുന്നു കൊണ്ട് പിശാച് എന്ത് ചെയ്യുന്നു? വിചാരത്തെ പിടിച്ചെടുക്കാനായിട്ട് പരിശ്രമിക്കുന്നു. പൗലോസ് പറയാണ്, ഞങ്ങൾ ആത്മീയ ആയുധങ്ങൾ കൊണ്ട് പിശാചിന്റെ കോട്ടകളെ വലിച്ചിറക്കി താഴെ കളയും. പുൾ ഡൗൺ ദ സ്ട്രോങ് ഹോൾസ് ഓഫ് സൈറ്റൻ. അങ്ങനെ വരുമ്പോ എന്താവെന്നറിയാമോ? വിചാരങ്ങൾ വരുമ്പോഴത്തേക്ക് പിശാചിനെ പിടിച്ചടക്കാനായിട്ട് ഒളിവിടങ്ങൾ നമ്മളെ ഉള്ളിൽ ഇല്ലാത്ത ഒരു സ്റ്റേജ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന വിചാരമെല്ലാം ആരുടെ അനുസരണത്തിലേക്കേ പോകത്തുള്ളൂ? ക്രിസ്തുവിന്റെ അനുസരണത്തിലേക്കേ പോകത്തുള്ളൂ. അന്നേരം പിന്നെ ഈ കോൺഫ്ലിക്റ്റ് ഇല്ലാതായി വരികയാണ്. പക്ഷെ കോൺഫ്ലിക്റ്റ് ഇല്ലാതായി വരണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പിശാചിന് വസിക്കാൻ ഒരു ഒളിത്താവളങ്ങളും നമ്മളിൽ ഇല്ലാതെ വരിക എന്നുള്ളതാണ്. നമ്മിലുള്ള പിശാചിന്റെ എല്ലാ സ്ട്രോങ് ഹോൾസിനെയും വലിച്ചിളക്കി താഴെയിട്ട് ചവിട്ടി മെതിച്ച് കളഞ്ഞാലേ നമുക്ക് എല്ലാ അനുസരണത്തെയും എല്ലാ വിചാരങ്ങളെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് വേണ്ടി പിടിച്ചടക്കുവാൻ കഴിയുള്ളൂ. എന്നിട്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, അങ്ങനെ നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ, അല്ലേ, നിങ്ങളുടെ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യാൻ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നതാണ് മലയാളത്തിലിരിക്കുക. അങ്ങനെയല്ല അതിന്റെ അർത്ഥം. നിങ്ങളുടെ എല്ലാ അനുസരണക്കേടിനെയും, അനുസരണക്കേട് എന്ന് പറഞ്ഞാൽ അനുസരണക്കേടിന് നമ്മളോട് പ്രതികാരം ചെയ്യാനല്ല, എല്ലാ അനുസരണക്കേടിനെയും അനിഹിലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അനുസരണക്കേടിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാനായിട്ട് ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നതാണ്, അല്ലേ. ആ സ്റ്റേജിൽ സംഭവിക്കുന്നത് നമ്മളുടെ ഇച്ഛകളുടെ തലത്തിൽ തന്നെ ആര് നിയന്ത്രിക്കാൻ തുടങ്ങും? ദൈവം നിയന്ത്രിക്കാൻ തുടങ്ങും. ആദ്യം നമ്മുടെ ഇഷ്ടങ്ങളും ദൈവത്തിന്റെ ഇഷ്ടവും തമ്മിലുള്ള വലിയൊരു കോൺഫ്ലിക്റ്റ് ആയിരിക്കും. പക്ഷെ പൂർണ്ണമായും അവനിൽ വസിക്കുന്ന നിലയിൽ, കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്നത് പോലെ പൂർണ്ണമായും അവനിൽ വസിക്കുന്ന, അതുകൊണ്ടാണ് എബൈഡ് ഇൻ മീ, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇഫ് യു ആർ എബൈഡിങ് കണ്ടിന്യൂസ്ലി റിമൈനിങ് ഇൻ ഹിം, then what happens? നമ്മളിലൂടെ ഒഴുകി വരുന്നത് ദൈവത്തിന്റെ ജീവരസമായതുകൊണ്ട്, യേശുവിന്റെ ജീവരസമായതുകൊണ്ട് നമ്മുടെ ഇച്ഛകളെപ്പോലും ശുദ്ധീകരിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾ അവന്റെ ഇഷ്ടങ്ങൾ തന്നെ ആയിത്തീരുന്ന ഒരു സ്റ്റേജിൽ വരുമ്പോൾ നിങ്ങളുടെ എന്ത് ഇച്ഛകളെയും നടത്തിത്തരാനായിട്ട് ദൈവം തയ്യാറാണ്. കാര്യം അത് മെച്ചുവറാണ്. അത് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ളത് ഇച്ഛിക്കാൻ തന്നെ നിങ്ങൾക്ക് കഴിയുന്ന നിലയിൽ നിങ്ങൾ ദൈവികരായി തീരുന്ന ഒരു സ്റ്റേജാണ്. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, abide in me, if you abide in me and if my word abides in you, then ask anything that you want. എന്ത് നിങ്ങൾ ആവശ്യപ്പെട്ടാലും എന്ത് ഇച്ഛിച്ചാലും അത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും എന്ന് പറയുന്നത്. അവിടെ പറയുന്ന രണ്ടാമത്തെ ഒരു കാര്യം, അവന്റെ വചനം നമ്മിൽ വസിക്കുന്നെങ്കിൽ, ഒന്ന് നമ്മൾ അവനിൽ വസിക്കുന്നെങ്കിൽ, രണ്ടാമത് എന്താ പറയുന്നത്? അവന്റെ വചനം നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ. ഹിസ് വേർഡ് അബൈഡ്സ് ഇൻ മീ. ദാറ്റ്സ് റിയലി എ വണ്ടർഫുൾ സ്റ്റേറ്റ്മെന്റ്. യുനോ, അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവന്റെ വചനമാണ് അവന്റെ ഇഷ്ടം. നോക്കുക, അപ്പൊ എന്നിൽ അവന്റെ വചനം വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആഫ്റ്റർ ഓൾ വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? സി, ദ വേർഡ്സ് ഐ സ്പീക്ക്, സിമ്പിൾ, ഇറ്റ് ഈസ് സോ സിമ്പിൾ. നമ്മൾ ഇതിനു വേണ്ടി ഒന്നും പ്രത്യേകം ചിന്തിക്കണ്ട. നമ്മള് ദ വേർഡ്സ് ഐ സ്പീക്ക് എക്സിബിറ്റ് വാട്ട് ഇസ് ഇൻ മൈ ഹാർട്ട്, ഇല്ലേ? ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്റെ ഹൃദയത്തിന്റെ ബഹിർസ്ഫുരണമാണ് വാക്കുകൾ. അങ്ങനെങ്കിൽ ദൈവത്തിന്റെ വചനം എന്താണ്? ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ബഹിർസ്ഫുരണം. റൈറ്റ്? ഓർത്താ വളരെ സിമ്പിൾ ആയത്. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ബഹിർസ്ഫുരണമാണ് അവന്റെ വചനം. ആ വചനമാണ് എന്നിൽ വസിക്കുന്നതെങ്കിൽ എന്നിൽ വസിക്കുന്നത് ദൈവത്തിന്റെ ഹൃദയമാണ്. ഓ, എത്ര അത്ഭുതകരമായിരിക്കുന്നു, അല്ലേ? സോ ഇഫ് ഹിസ് വേർഡ് അബൈഡ്സ് ഇൻ മീ, ദാറ്റ് മീൻസ്, യു നോ, ഗോഡ്സ് ഹാർട്ട് ഈസ് ഇൻ മീ. It abides in me. I know what God desires. I know. ദൈവത്തിന് ഇഷ്ടം അറിയുക.